ലോകമെങ്ങും ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരം മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ദുഃഖവെള്ളിയുടെ പീഡാനുഭവമാണ്. ഒരു വർഷത്തിനിടെ ഭർത്താവും സഹോദരനുമടക്കം കുടുംബത്തിലെ 5 പേരുടെ വിയോഗത്തിൽ തകർന്ന മനസ്സുമായാണ് മുതലപ്പുഴ സ്വദേശി മേരി പള്ളിയിൽ പോകുന്നത്. മുതലപ്പുഴയിലെ കണ്ണീർ കയത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ ഉയർപ്പ് ഇന്നും അകലെയാണ്. പ്രതീക്ഷിക്കാതെ ആർത്തടിച്ച കടലാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ 29-ന് മുതലപ്പുഴയിൽ ജോൺ സെബാസ്റ്റ്യന്റെ ജീവനെടുത്തത്. കൂടെയുണ്ടായിരുന്ന 5 പേരെയും രക്ഷിച്ച ജോൺ തിരമാലകളെ തോൽപ്പിച്ച് കരയ്ക്കെത്തുമെന്ന് ഒപ്പമുണ്ടായിരുന്ന മകൻ ലിജോ പ്രതീക്ഷിച്ചു. പക്ഷേ ശക്തമായ തിരയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനായില്ല. എല്ലാ വർഷവും എൻ്റെ അപ്പനാണ് ഇവിടെ നിന്നെല്ലാം വൃത്തിയാക്കുകയും എല്ലാ കമ്പും എല്ലാം വെട്ടിയിട്ട് നാട്ടയും ഈ കിരുത്തമെല്ലാം ചെയ്യണം. ഈ വട്ടം ആളില്ല. അത് ഇന്നലെ പിന്നെ പള്ളിയിൽ പോയ സമയത്ത് കുഴിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരുപാട് വേദനുണ്ടായിരുന്നു. മനസ്സിന് അങ്ങനെ വേദനില്ലാതിരിക്കാൻ പറ്റുമോ? വേദനല്ല എല്ലാം പറയല്ല. നമ്മൾ കണ്ടി മണ്ണിൻ്റെ വില അറിയില്ലെന്ന് പറയല്ലേ. പക്ഷെ അതെനിക്ക് അറിയണം. ഈ ഓലപ്പുരയിൽ നിന്ന് പള്ളിയിലേക്ക് ആരാധനയ്ക്ക് പോകാൻ ഇവർക്കൊപ്പം ജോണില്ല. ഇതുപോലെ ഒട്ടേറെ കുടുംബങ്ങളെ മുതലപ്പുഴി നാഥനില്ലാത്തവരാക്കി. ഈ കാണുന്ന മണൽക്കൂമ്പാരം മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇനി ഉണ്ടാകില്ല എന്നും ദുഃഖവെള്ളിയുടെ വേദന നിറഞ്ഞ അനുഭവം മാത്രമാകും ഉണ്ടാവുക. പെസഹ അപ്പം ഉണ്ടാക്കാതെ ഈസ്റ്റർ വിരുന്നൊരുക്കാതെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന മേരിയെ പോലെയുള്ള അമ്മമാർ ഇവിടെയുണ്ട്. കണ്ണീരുണങ്ങാതെ പ്രാർത്ഥനയുമായി. മനസ്സിൽ ഭയങ്കര തിരയടി. അവിടെ അടിക്കുന്നതിനേക്കാളും ഓളമാണ് എൻ്റെ ഹൃദയത്തിൽ. കാരണം അതിൻ്റെ അടുത്ത് ഞാൻ പറയും, നീ അവിടെ പോകണ്ട, നീ ഇവിടെ കിടന്നാൽ ചുമന്നാലും കിട്ടും, നിൻ്റെ ചിലവിനെങ്കിലും കിട്ടും, നീ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിൻ്റെ ചിലവിനെങ്കിലും കിട്ടും, നീ അവിടെ പോകണ്ടെന്ന് പറയാം. അവൻ പറയാനില്ലമ്മ കോട്ടയം കടലിൽ നോക്കിയേ പോകുള്ളൂ. പക്ഷെ അവർക്ക് ഇതുണ്ട്, ബുക്കുണ്ട്. എൻ്റെ ഭർത്താവിന് ബുക്കില്ല. പൊഴിമുറിച്ച് കടലിനെയും കായലിനെയും ബന്ധിപ്പിക്കാൻ ഈ ചെറിയ മണ്ണുമാന്തി കൈ പോരാ. സർക്കാരിൻ്റെ വൻകരം നീട്ടണം. മുതലപ്പുഴയിലെ അമ്മമാരുടെ കണ്ണീർ തോരണം. കഴിഞ്ഞ ദിവസം ഈ പൊഴി മുറിക്കാനെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധമാണ് കണ്ടത്. ഇതിനൊരു കാരണമേ ഉള്ളൂ. സർക്കാരിനോടുള്ള അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കണം. ഇവരുടെ പഴയ ജീവിതം ഇവർക്ക് തിരികെ നൽകണം. രതീഷ് വെൺപകലിനൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.